ഹലോ സ്റ്റുഡൻസ്, എക്സ് ആൻഡ് വൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണപരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണപരീക്ഷകളിൽ പഠിച്ചാലാണ് നമുക്ക് നന്നായി മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പഠിപ്പ് കൂടാതെ തന്നെ ഒരു 4-5 മാർക്ക് എക്സ്ട്രാ കിട്ടിയാലോ? അതിനുള്ളൊരു പോംവഴിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ആ പോംവഴി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഓണപരീക്ഷകളെ ശരിയായ അപ്രോച്ചിലൂടെയാണ് കാണുന്നത് എന്നുള്ളതിലാണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്. അതുകൊണ്ടാണ് ദ റൈറ്റ് അപ്രോച്ച് ടു ഓണം ടേം എക്സാമിനേഷൻസ് എന്താണ് എന്ന് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല മാർക്ക് വാങ്ങാനുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്കിനെ ഒന്നുകൂടി ഉഷാറാക്കാനുള്ള ചില തരികിട പരിപാടികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പഠിക്കാതെ എങ്ങനെ 6, 7, 8 മാർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റും? ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, തീരെ പഠിക്കാതെ പോയി എങ്ങനെ നന്നായി മാർക്ക് വാങ്ങാം എന്നല്ല ഇവിടുത്തെ ഡിസ്കഷൻ. പഠിക്കാതെ മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് കളയാം. നിങ്ങൾ നന്നായി പഠിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ നന്നായി പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളുടെ പരീക്ഷകളിൽ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പഠിക്കാതെയുള്ള ഒരു 6-7 മാർക്കുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് വില നോക്കി നോക്കാം. അപ്പോ ടേം എക്സാമിൽ പഠിക്കാതെ ഇനി എങ്ങനെയാണ് പഠിക്കാതെ മാർക്ക് കിട്ടുക എന്നുള്ളവരൊക്കെ ഉടനെ പോയിക്കോ. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഫോക്കസ് പഠിക്കാതെ മാർക്ക് വാങ്ങുന്നതിനെ പറ്റിയിട്ടല്ല, പഠിച്ച് നമ്മൾ എഴുതുന്ന കാര്യങ്ങളെ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്തിട്ട് മാർക്ക് കൂട്ടി വാങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ടേം എക്സാമിനെ കാണേണ്ടത്. ടേം എക്സാം പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഒരു ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന സാധനമാണോ, അതല്ല അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് അപ്രോച്ചിൽ വരേണ്ട ഒരു ഡിഫറൻസ്? പിന്നെ എങ്ങനെ ഇതൊരു നല്ലൊരു വാല്യുബിൾ ട്രയലായി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും? അതുപോലെ തന്നെ എങ്ങനെയാണ് പേപ്പറിൽ നല്ല രീതിയിൽ സ്കോർ നിങ്ങൾക്ക് വാരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷൻ. അപ്പൊ ആദ്യം അപ്രോച്ചാണ്. അതായത് ദീസ് ആർ ട്രയൽസ്, വാല്യുബിൾ ട്രയൽസ് വിത്ത് വേരിയബിൾ ഔട്ട്കംസ്. അതായത് നമ്മുടെ നോളജ്, നമ്മളുടെ പഠന ശൈലികൾ, രീതികൾ ഇതൊക്കെ ഒരു എക്സാമിനേഷൻ ഫ്രെയിംവർക്കിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള ഒരു ട്രയൽ ഇവന്റ് ആയിട്ട് നിങ്ങൾ എക്സാംസിന് ആദ്യം കാണണം. അതല്ലാതെ ഇത് നിങ്ങളുടെ എബിലിറ്റിയെ മാർക്ക് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പഠിക്കുന്ന ആളാണ്, നിങ്ങൾ ബ്രില്യൻ്റ് ആണെന്നും അല്ലെങ്കിൽ നിങ്ങൾ മണ്ടനാണെങ്കിൽ മണ്ടൻ എന്നും നിങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രൂഫ് ഓഫ് വർക്ക് അല്ല, അതൊരു ട്രയലാണ്. നിങ്ങളെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ട്രയലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എല്ലാത്ത രീതിയിൽ വിശ്വസിക്കാനായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവുക. ടീച്ചേഴ്സ് നമ്മളെ ചീത്ത പറയുന്നുണ്ടാവും, പാരന്റ്സ് നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടാവും, ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ബട്ട് നിങ്ങൾ അതിനെ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ നോളജിനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശരിയായ രീതിയിൽ അത് വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ട ഏരിയകളിൽ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, എന്താണ് ഗ്യാപ്പ് എന്നതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രയൽ ഇവന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാംസിനെ കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് തൊട്ട് ഫീഡ്ബാക്കുകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗ്രോത്ത് എൻഷുർ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിനെ വിശ്വസിച്ച് എക്സാമിന് വേണ്ടി റെഡി ആവണം. സോ ഇതാണ് അപ്രോച്ചിലുള്ള ചേഞ്ച്. അപ്പൊ ഈ അപ്രോച്ചിൽ ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളിൽ കാണേണ്ട മാറ്റങ്ങൾ? എന്താണ് ആ മാറ്റങ്ങൾ? ഇങ്ങനെ ഉണ്ടാവുക. സാധാരണഗതിയിലാണ് നിങ്ങൾ എക്സാമിനെ കാണുന്നത്, അല്ലെങ്കിൽ കൺവെൻഷനലായ ആരൊക്കെ എങ്ങനെയൊക്കെയാണോ നമ്മൾ എക്സാംസിനെ പ്രസന്റ് ചെയ്തിട്ട് അതുപോലെയാണ് കാണുന്നത് വെച്ചെങ്കിൽ നിങ്ങളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഐ മസ്റ്റ് നോട്ട് ഫെയിൽ, അയ്യോ ഇതിൽ തോൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിൽ ഗ്രേഡ് കുറയാൻ പാടില്ല എന്നുള്ളൊരു ഫിയർ കോമ്പണന്റ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരിക. രണ്ടാമതോ, നിങ്ങൾ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഭയപ്പെട്ടുകൊണ്ട് ഹാർഡായ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കൂല. നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് പോകും. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. മൂന്നാമതോ, നിങ്ങൾ എന്ത് ചെയ്യും? സ്റ്റക്കായി കഴിഞ്ഞാൽ, എക്സാംസിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആയിരിക്കും, നിങ്ങളുടെ ടൈം നഷ്ടപ്പെടും, ആകെ എക്സാം അൽക്കുലത്തെയാവുന്ന അവസ്ഥ എത്തും. പിന്നെ മിസ്റ്റേക്കുകൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. ആ മിസ്റ്റേക്ക് വന്നത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. അതിലേക്ക് നോക്കാൻ നമുക്ക് താല്പര്യപ്പെടില്ല. തെറ്റായ ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റായ ഒരു ആൻസർ ആണ് നമ്മൾ എഴുതിയത് എങ്കിൽ അതിനെ ഓർപ്പിക്കുന്ന ഫ്രണ്ട്സിന് നമുക്ക് എന്തായിരിക്കും? താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. കാരണം എപ്പോഴും ശരി ഉത്തരം പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യത്തെ ഫ്രെയിം വർക്കിലൂടെയാണ് നിങ്ങൾ പരീക്ഷയെ കാണുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഉണ്ടാവുന്ന പ്രത്യേകതകൾ ഇതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? വാട്ട് ക്യാൻ ദിസ് ടീച്ച് മീ? ഈ ഒരു എക്സാം എന്താണ് എൻ്റെ ഒരു ലേണിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പ്രഷനെ, എൻ്റെ നോളജിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നിടത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു എക്സാം വരുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് ഹാർഡ് ക്വസ്റ്റ്യൻസിന് മാറ്റി നിർത്തില്ല, അതിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ടൈം സ്ലോട്ടുകൾ നിങ്ങൾ നൽകും. കൂടാതെ
ബീങ് സ്റ്റക്ക് ആസ് യൂസ്ഫുൾ ഡാറ്റ. നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഇതൊന്നും ഒരു പാനിക്കായ രീതിയിലായിരിക്കില്ല നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നാലാണ് നിങ്ങൾക്ക് ഈ ഗ്യാപ്പുകളെ സോൾവ് ചെയ്യാനുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നെ ഉണ്ടാവുള്ളൂ. കൂടാതെ എന്താ, നിങ്ങൾക്ക് എന്താണോ മിസ്റ്റേക്ക് ഉള്ളത് ആ മിസ്റ്റേക്ക് ഇന്നതാണ് എന്ന് പറയാനും ഞാൻ ആ മിസ്റ്റേക്ക് വരുത്തി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഷെയിം ഉണ്ടാവില്ല. യു വിൽ ബി ഹാപ്പി ടു റെക്ടിഫൈ ദാറ്റ് മിസ്റ്റേക്ക് ആൻഡ് ഗ്രോ ബെറ്റർ. നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി അടുത്ത പരീക്ഷകളിൽ അല്ലെങ്കിൽ ഈ മിസ്റ്റേക്ക് ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്തും ഒരു വിഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നല്ല മാറ്റമില്ലേ? അപ്പൊ ഈ നല്ല മാറ്റം കാണുന്നുണ്ടെങ്കിൽ ആ അപ്രോച്ച് ഒന്ന് മാറണം. എക്സാംസിനെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഒരു ട്രയൽ ആയിട്ട് ഏറ്റവും നല്ല നമുക്ക് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ ഇവന്റുകളായിട്ട് നിങ്ങൾ എക്സാമിന് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടാകും. അതല്ലാതെ അയ്യോ ഇതുവരെ നമ്മൾ ആ കുടുങ്ങിയാലോ, ഇനി പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകലോ എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു ഇവന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിനെ കണ്ടാൽ വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതായിരിക്കും. ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു അപ്രോച്ച് റെഡിയായ അടുത്ത് എന്ത് ചെയ്യേണ്ടത്? അടുത്ത് നിങ്ങൾ പഠിക്കുക. സിലബസ് എന്താ നോക്കണം, സെൽഫ് ടെസ്റ്റുകൾ നടത്തണം, എക്സാം പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് എക്സാമിലും ഏതൊക്കെ ടൈം കൺസ്ട്രെയിൻസും സ്ട്രെസ് ഇവന്റുകളൊക്കെ ഉണ്ടോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെപ്ലിക്കേറ്റ് ചെയ്ത രീതിയിലുള്ള പ്രാക്ടീസിങ് എലമെന്റുകൾ നമ്മുടെ പഠന രീതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഉറക്കം കൃത്യമായി ഉറങ്ങുന്നുണ്ട്, ഗുഡ് സ്ലീപ്പ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ടൈമാണ് എന്ത് ഉറങ്ങുക എന്ന് പറയുന്നത്. അതിനെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് നന്നായി ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ആ സെയിം എഫേർട്ട് നിങ്ങൾ വീണ്ടും അടുത്ത എക്സാമിന് വീണ്ടും എഴുതേണ്ടി വരും, ഇരട്ടി പണി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിനെ കോംപ്രമൈസ് ചെയ്യേണ്ടത് ശരിയായ ഗുഡ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യണം, എഫക്റ്റീവ്ലി സ്ട്രാറ്റജൈസ് ചെയ്യണം. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇനി എന്താ, ഇനി പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതുമ്പോഴാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ള വിഷയം നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ടൈം മാനേജ്മെന്റ്? പേപ്പർ ആദ്യം കിട്ടിയ മുതലുള്ള ടൈം ഇറ്റ് ഈസ് കൗണ്ടിങ് 1, 2, 3 എന്ന് കൗണ്ടബിൾ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കൂൾ ഓഫ് ടൈം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യണം. എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും ഏത് പാർട്ടാണ് ഹാർഡ് എന്നുള്ള ഒരു സ്കിമ്മിങ് ആണ് ഫസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടത്, ഓടിച്ചു പോകേണ്ടത്. അതിൽ തന്നെ നമ്മൾ ആ ഓടിച്ചു പോക്കിൽ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതോ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എഴുതണം, ഏത് ക്വസ്റ്റ്യനാണ് എനിക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയുക, ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു പാറ്റേൺസ് എന്ത് ചെയ്യുക, ആ ഒരു സ്കിമ്മിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എത്തിപ്പെടാൻ പറ്റണം. അപ്പൊ ഇതൊരു സ്കിൽ സെറ്റ് ആണ്. ഈ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എക്സാം പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കിൽ സെറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കൂടാതെ അടുത്തത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ഞാൻ ടൈം വെക്കണം, ഏത് പാർട്ട് ഞാൻ ആദ്യം തീർക്കണം, ഏറ്റവും പെട്ടെന്ന് സ്കോർ കിട്ടുന്ന പാർട്ടായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി കൊണ്ടുവരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ സമയമുണ്ട് കൂടുതൽ സ്കോറുകൾ അലോക്കേറ്റ് ചെയ്യാം. അതും കൂടാതെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പൊ ഈ ഒരു കുറെ എലമെന്റുകൾ വരുന്നുണ്ട്. ഈ എലമെന്റിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ടൈലർ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സബ്ജക്ട് നോളജും വേണം. എന്നിട്ട് ലാസ്റ്റ് ഒരു മേ ബി 10 or 5 minutes റിവ്യൂ ടൈമാണ്. നിങ്ങൾ ഇതുവരെ എഴുതിയത് പ്രോപ്പർ ആണോ എന്നുള്ള ഈ റിവ്യൂ ടൈം നിങ്ങൾ ഒരിക്കലും മാറ്റരുത്. കാരണം ഒരുപാട് കുട്ടികൾ നന്നായി പരീക്ഷ എഴുതിയിട്ടും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുപോയില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാറി എഴുതി എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ നല്ല മാർക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിവ്യൂ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ റിവ്യൂ ടൈമിൽ തന്നെ നമുക്ക് കുറെ മാർക്സുകൾ സേവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി ആൻസർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റുന്ന ടൈമാണ്. ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു 5 to 10 minutes എങ്കിലും റിവ്യൂവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. അപ്പോ ഈ ഒരു ടൈം പീരീഡിൽ ഇനി നമ്മൾ നമ്മുടെ ആൻസർ പേപ്പറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങുകൾ, കീവേഡുകൾ ഇതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് ഒരു വര അടിയിൽ വരച്ചിട്ട് കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചർമാർക്ക് എന്ത് ചെയ്യും, ഈ വരച്ചത് എന്താന്ന് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ മനസ്സിലാവും ഇവന് കുറച്ച് എന്തൊക്കെ കാര്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പെൻസിൽ കൊണ്ടൊക്കെ ഒരു വരയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, നമുക്ക് തോന്നിയിട്ടുള്ള വാല്യുബിൾ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. രണ്ടാമത്തെ എന്താ,
ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്, ഇതുപോലെ റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതുക എന്നതിലുപരിയായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള രീതിയിലൊക്കെ അവൻ്റെ നോളജിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പേപ്പറൊക്കെ ഒന്നുകൂടി എന്താണ് കുറച്ചും കൂടിയും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എലമെന്റുകളൊക്കെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആഡ് ഓൺസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമെന്താ, ഷോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്കിംഗ്. നിങ്ങളൊരു സയൻസിലും മറ്റുള്ളതിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത ഏത് മെത്തഡോളജിയാണ് യൂസ് ചെയ്തത് എന്നുള്ളത് എവിഡൻ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ പേപ്പറുകളിൽ നിങ്ങളുടെ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക, കൃത്യമായി എഴുതി വെക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോഴും എന്താണ്, ഇവർക്ക് കുറച്ചും കൂടി കൂടുതൽ ട്രസ്റ്റ് ആണ്. യെസ്, ഇവൻ എല്ലാ സ്റ്റെപ്പുകൾ എഴുതുന്നുണ്ട്, സോ ഇവനക്ക് ഇതൊക്കെ അറിയാം എന്നുള്ള ഒരു ട്രസ്റ്റും കൂടി ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ്. നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് ആൻസറിൽ എത്താനാണ് നമുക്കിഷ്ടം. പക്ഷേ നമ്മുടെ ഒരു എക്സാമിനേഷൻ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, നമുക്ക് മാർക്സുകൾ സ്കോർ ചെയ്യണമെങ്കിൽ ഇത്തരം 2-3 നുറുങ്ങു വിദ്യകളൊക്കെ ആഡ് ചെയ്താൽ അത് എന്താണ്, ഹെൽപ്ഫുൾ ആണ് എന്ന് മാത്രം. അടുത്തത്, നാലാമത്തത്, ലീവ് മാർജിൻസ് ആൻഡ് വൈറ്റ് സ്പേസ്. കൃത്യമായ സ്പേസിങ്. ഒരു പാരഗ്രാഫിന്റെ സ്പേസിങ് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞുള്ള സ്പേസിങ് എന്താണ്, ഇതൊക്കെ ഒരു പേപ്പർ നോക്കിയാൽ തന്നെ മനസ്സിലാവണോ. ഇത്രയും ഭാഗമാണ് ആൻസർ, അടുത്തത് വേറെ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ഭാഗമാണ് സെന്റൻസ്, അടുത്ത വേറെ സെന്റൻസ് ആണ് എന്നൊക്കെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്പേസിങ്ങും ഹാൻഡ് റൈറ്റിംഗും ഒക്കെ. വൃത്തിയായി എഴുതുക. പേപ്പർ എന്ന് പറയുന്ന ഒരു നീറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടാൽ തന്നെ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഒന്നായി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്സുകൾ, പഠിക്കാതെയുള്ള മാർക്സുകൾ കൂടാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇത് വെറുതെ പറയുന്നതല്ല, കാരണം ഇതിന്റെ പിന്നിലൊക്കെ കുഞ്ഞു കുഞ്ഞു സൈക്കോളജി എലമെന്റുകൾ ഉണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, ഹാലോ എഫക്റ്റ് ആണ്. ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ കാണുമ്പോൾ ഒരു ഗുഡ് പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്ന എലമെന്റുകൾ അതിലുണ്ടെങ്കിൽ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും, യെസ് ഇവൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഇവൾ നന്നായി എഴുതിയ ഒരു പേപ്പറാണ്, ഇതിൽ റൈറ്റ് ആൻസേഴ്സ് ആണ് സാധ്യത എന്നുള്ള ഒരു പോസിറ്റീവ് എലമെന്റ് വരും. അത് നിങ്ങളുടെ പേപ്പറുകൾക്ക് ശരിയായ ഒരു എന്താണ് പറയാ, ഒരു ശരിയായ രീതിയിൽ അത് നോക്കാനുള്ള ചാൻസസിന് ബെറ്റർ ആക്കും. പിന്നെ പ്രൈമസി ആൻഡ് റീസൻസി എഫക്ട്, അതായത് ആദ്യം ശരി ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത ഉത്തരങ്ങളും ശരിയാണ് എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾ എത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, കുറെ ആൻസേഴ്സ് ശരിയാണ്, സോ ദിസ് ഗൈ ഈസ് ദ വൺ ഹൂ ഈസ് ഗെറ്റിംഗ് റൈറ്റ് ആൻസേഴ്സ് ഓൾ ദ ടൈം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് കിട്ടും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസേഴ്സിനെ കുറച്ചുകൂടി എഫക്റ്റീവ്ലി നിങ്ങൾക്ക് മാർക്കുകൾ ലഭിക്കാനുള്ള കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഈസ്, നിങ്ങൾ സ്റ്റെപ്പുകളൊക്കെ കൃത്യമാണ്, നിങ്ങൾ അണ്ടർലൈൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഈ പേപ്പർ നോക്കുന്ന ആൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി പ്രയാസപ്പെട്ടിട്ട് നിങ്ങളുടെ പേപ്പറുകൾ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഈസിബിലിറ്റി കിട്ടുകയാണ്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് എന്താണ്, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് ഇട്ട് തരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൂടെ തന്നെ പെർസ്യൂഡ് കമാൻഡ്, നിങ്ങൾ ശരിയായ രീതിയിലുള്ള ടേംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നറേറ്റീവ് സ്റ്റൈൽ കണ്ടിട്ട് അവർ മനസ്സിലാക്കും, യെസ് ദിസ് ഗൈ ഹാസ് സംതിങ് എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാവും. അങ്ങനെയും നിങ്ങൾക്ക് നല്ല സ്കോറുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നോളജ്, നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറുകളെക്കാട്ടും കുറച്ചുകൂടി നല്ല ഗ്രേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോറുകൾ വാങ്ങാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ പരീക്ഷിച്ച് ഏറ്റവും നല്ല മെത്തഡോളജി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ ഇവന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓണ പരീക്ഷകളെ കാണണം. സോ ഇന്നത്തെ നമ്മുടെ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്, എല്ലാ എക്സാംസിനും ഇത്തരത്തിലൊരു ട്രയൽ വിത്ത് പർപ്പസ് ആയിട്ട് നിങ്ങൾ കാണുക. അതല്ലാതെ അതിൽ ബിയോണ്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നിങ്ങളെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള ഒരു അപ്രോച്ച് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകരുത്. അതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് ട്രയലാണ് ഇതൊക്കെ, ഇതൊരു ഫൈനൽ വേർഡിക്റ്റ് അല്ല നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ശരിയായ പഠന രീതിയിൽ കൊണ്ടുപോവുക. ആക്റ്റീവ് റീകോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങളെ പഠനം നടക്കുന്നത്. അതല്ലാതെ കാണാപ്പാഠം പഠിച്ചിട്ടും മറ്റും റോങ് ആയിട്ടുള്ള മെത്തഡോളജിയിൽ ലേൺ ചെയ്ത് നിങ്ങൾ എക്സാംസിന് പോകരുത്, നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല, നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യാന്നുള്ളതും നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് നേടി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തുന്നുണ്ടോ, ഒരു എക്സാമിൽ വരുത്തിയ മിസ്റ്റേക്ക് അടുത്ത എക്സാമിലേക്ക് കൊണ്ടുവരുത്, അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഇത്തരത്തിൽ നിങ്ങൾ നീങ്ങി കഴിഞ്ഞാൽ ഓൺ എക്സാം അല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളും ഏറ്റവും ഉഷാറായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.